Hi friends, welcome to Plus 2 Equivalency English class. Plus 2 തുല്യത ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് 2 തുല്യത ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻസ് പേജാണ് ഇവിടെ കാണുന്നത്. ഈ വർഷം പഠിക്കുവാനുള്ളത് 5 യൂണിറ്റുകളാണ്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് 1 ടു ദി അൺനോൺ. യൂണിറ്റ് 2 Breaking the Silence. Unit 3 Harmony of Life. Unit 4 Films. Unit 5 Sports and Sportsman Spirit. ഇനി നമ്മുടെ ആദ്യ യൂണിറ്റിലേക്ക് വരാം. യൂണിറ്റിൻ്റെ ടൈറ്റിൽ ടു ദി അൺനോൺ എന്നാണ്. അൺനോൺ എന്നാൽ അജ്ഞാതമായത്, അറിയപ്പെടാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ടു ദി അൺനോൺ എന്നാൽ അജ്ഞാതമായതിലേക്ക്, അറിയപ്പെടാത്തതിലേക്ക് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ജീവിതമാകുന്ന ഈ യാത്രയിൽ നമുക്കൊക്കെ അറിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. യൂണിറ്റിൻ്റെ പേരിന് താഴെയായി 4 വരികൾ കൊടുത്തിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാനായ അമേരിക്കൻ കവിയുടെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന കവിതയുടെ അവസാന 4 വരികളാണവ. നമുക്ക് ആ വരികളൊന്ന് നോക്കാം. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. The woods are lovely, dark and deep. കാട് മനോഹരമാം വിധം ഇരുണ്ടതും അഗാധവുമാണ്. But I have promises to keep. എന്നാൽ എനിക്ക് പാലിക്കുവാൻ വാഗ്ദാനങ്ങളുണ്ട്. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. എനിക്കെൻ്റെ കടമകൾ ചെയ്തു തീർക്കുവാനുണ്ട്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. മൈലുകൾ പോകുവാനുണ്ട്, മൈലുകൾ സഞ്ചരിക്കുവാനുണ്ട്. ബിഫോർ ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായി. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, മൈലുകൾ സഞ്ചരിക്കുവാനുണ്ട് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായി. അതായത് വളരെ ദൂരം സഞ്ചരിക്കുവാനുണ്ട് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായി. ജീവിതമാകുന്ന വലിയ യാത്രയിൽ മനോഹരങ്ങളായ ധാരാളം കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണാം. എന്നാൽ അവയൊക്കെ ആസ്വദിച്ച് സമയം പാഴാക്കുവാൻ നമുക്കില്ല. ചെറിയ ചെറിയ സുഖങ്ങളാകുന്ന കാടുകൾ കണ്ടുകൊണ്ട് നിൽക്കുവാനാകില്ല. ജീവിതം ഒരു വലിയ യാത്രയാണ്. മരണമെന്ന അവസാന ഉറക്കത്തിന് മുമ്പ് നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിച്ച് തീർക്കുവാനുണ്ട്. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ സ്വന്തം കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് യാത്ര തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പുസ്തകം തന്നെ ആരംഭിക്കുന്നത്. ഈ പഠനയാത്രയിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ യൂണിറ്റിൽ ആകെ 3 പാഠങ്ങളാണുള്ളത്. ഒന്നാമതായി സ്കോട്ടിഷ് കവിയായ R.L. സ്റ്റീവൻസൺ എഴുതിയ ട്രാവൽ എന്ന കവിതയാണ്. അടുത്തതായി യാത്രാ വിവരണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സുകളെ കീഴടക്കിയ നമ്മുടെ പ്രിയപ്പെട്ട S.K. പൊറ്റക്കാടിൻ്റെ ഒരു ചെറുകഥയാണ്. ദ ഗിഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. മൂന്നാമതായി മോറിസ് ഹെർസോഗിൻ്റെ ഒരു പർവ്വതാരോഹണത്തെ പറ്റിയുള്ള വിവരണമാണ്. ദി ആവലാഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഒന്നാമത്തെ പാഠമായ ട്രാവലിലേക്ക് നമുക്ക് പോകാം. ഈ കവിത എഴുതിയിരിക്കുന്നത് സ്കോട്ടിഷ് കവിയായ R.L. സ്റ്റീവൻസൺ ആണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റോബർട്ട് ലൂയി സ്റ്റീവൻസൺ എന്നാണ്. സ്റ്റീവൻസൻ്റെ ജീവിത കാലഘട്ടം 1850-1894 ആയിരുന്നു. അദ്ദേഹം കഥ പറയുന്ന രീതി വളരെ വശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്, അതായത് കാഥികൻ അല്ലെങ്കിൽ കഥ പറയുന്നയാൾ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഒരു സ്ഥിര സഞ്ചാരിയായിരുന്നു, അല്ലെങ്കിൽ യാത്രകൾ ശീലമാക്കിയ വ്യക്തിയായിരുന്നു സ്റ്റീവൻസൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു പ്രധാന ഭാഗം യാത്രകളുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള കവിതയാണ് ട്രാവൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ താൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് സ്റ്റീവൻസൺ ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈജിപ്തിലെ ഒരു വിജനമായ പുരാതന നഗരത്തിലേക്ക്. ആദ്യം നമുക്ക് ഈ കവിതയുടെ വരികളൊന്ന് നോക്കാം. ട്രാവൽ. I should like
to rise and go, where the golden apples grow, where below another sky parrot islands anchored lie, and watched by cockatoos and goats, lonely crusoes building boats, where in sunshine reaching out, eastern cities miles about are with mosque and minaret among sandy gardens set, and the rich goods from near and far hang for sale in the bazaar, where the great wall round China goes, and on one side the desert blows, and with bell and voice and drum cities on the other hum, where are forests hot as fire, wide as England, tall as a spire, full of apes and coconuts, and the negro hunters' huts, where the naughty crocodile lies and blinks in the Nile, and the red flamingo flies, hunting fish before his eyes, where in jungles near and far man devouring tigers are, lying close and giving ear, lest the hunt be drawing near, or a comer by be seen swinging in a palanquin, where among the desert sands some deserted city stands, all its children sweep and prince, grown to manhood ages since, not a foot in street or house, not a stir of child or mouse, and when kindly falls the night, in all the town no spark of light, there I'll come when I'm a man, with a camel caravan, light a fire in the gloom of some dusty dining room, see the pictures on the walls, heroes, fights and festivals, and in a corner find the toys of the old Egyptian boys. ഇനി നമുക്ക് കവിതയുടെ അർത്ഥത്തിലേക്ക് പോകാം. ഒരു ആൺകുട്ടിയാണ് ഈ കവിതയിൽ സംസാരിക്കുന്നത്. അതായത് ഒരു ആൺകുട്ടിയാണ് ഈ കവിതയിലെ സ്പീക്കർ എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഓരോ വരിയും എടുത്ത് നമുക്ക് നോക്കാം. I should like to rise and go. I should like എനിക്കിഷ്ടമാണ്, to rise എഴുന്നേൽക്കുവാൻ, and go പോകുവാൻ. എവിടേക്കാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി കവി പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളെപ്പറ്റി പറയുമ്പോഴും വെയർ എന്ന വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടെ വെയറിൻ്റെ അർത്ഥം എവിടെയാണോ അല്ലെങ്കിൽ സ്ഥലത്ത് എന്നൊക്കെയാണ്. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എന്ന വരി ഓരോ വെയർ വരുന്ന ഭാഗത്തിന് മുമ്പിലും കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ഈ വരികളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. കവിതയിൽ ഫുൾ സ്റ്റോപ്പ് വരുന്ന ഭാഗം വരെ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ആദ്യം എവിടേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്? നമുക്ക് രണ്ടാമത്തെ വരി നോക്കാം. വെയർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. സ്വർണ്ണ ആപ്പിളുകൾ വളരുന്ന സ്ഥലത്തേക്ക്. ഗോൾഡൻ ആപ്പിൾ എന്നത് പുരാണങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വ്യത്യസ്തമായ പുരാണ കഥകളിൽ സ്വർണ്ണ ആപ്പിളുകൾ വരുന്നുണ്ട്, വളരെ പ്രശസ്തമായ ഗ്രീക്ക് പുരാണത്തിലടക്കം. ഈ കഥകളിലൊക്കെ പറയുന്ന ഗോൾഡൻ ആപ്പിൾസ് വളരുന്ന സ്ഥലത്തേക്ക് പോകുവാൻ എനിക്കിഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി വെയർ കൊണ്ട് തുടങ്ങുന്ന അടുത്ത ഭാഗം നോക്കാം. വെയർ ബിലോ അനദർ സ്കൈ parrot islands anchored lie, and watched by cockatoos and goats, lonely crusoes building boats. Where below another sky. Below താഴെ, another മറ്റൊരു, sky ആകാശം. ഒന്നിച്ചു വരുമ്പോൾ മറ്റൊരാകാശത്തിന് താഴെ. parrot islands തത്തകളുള്ള ദ്വീപുകൾ, anchored lie നങ്കൂരമിട്ട് കിടക്കുന്ന, അതായത് സ്ഥിതി ചെയ്യുന്ന. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തത്തകളുള്ള ദ്വീപുകളുണ്ട്.
ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ചില ദ്വീപുകൾ തത്തകൾ ധാരാളമുള്ളതുകൊണ്ട് പാരറ്റ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? തത്തകളുള്ള ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് പോകുവാൻ എനിക്കിഷ്ടമാണ്. ആ ഐലൻഡ്സിന്, ദ്വീപുകൾക്ക് ഇനിയും പ്രത്യേകതകളുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് വാച്ച്ഡ് ബൈ കൊക്കറ്റൂസ് ആൻഡ് ഗോഡ്സ്. ആ ദ്വീപുകൾ വാച്ച് ചെയ്യുന്നത്, അവിടെ കാവൽ നിൽക്കുന്നത്, അവിടെയൊക്കെ നിരീക്ഷിക്കുന്നത് കൊക്കറ്റൂസും ഗോഡ്സുമാണ്. കൊക്കറ്റൂസ് ഒരിനം തത്തകളാണ്. കൊക്കറ്റൂസും ആടുകളുമാണ് അവിടെ കാവൽക്കാർ. മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളല്ല. എന്നാൽ ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്, ഒറ്റപ്പെട്ട ക്രൂസോമാർ വള്ളമുണ്ടാക്കുന്ന സ്ഥലങ്ങൾ. ഈ വരി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വ്യാപാരിയും എഴുത്തുകാരനുമായിരുന്ന ഡാനിയൽ ഡിഫോയുടെ ലോകപ്രശസ്ത നോവൽ റോബിൻസൺ ക്രൂസോയെപ്പറ്റി അറിയണം. നോവലിലെ ഹീറോ ആയ റോബിൻസൺ ക്രൂസോ ഒരു കപ്പൽ അപകടത്തെ തുടർന്ന് മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൽ അകപ്പെടുന്നു. വർഷങ്ങളോളം ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന അദ്ദേഹം രക്ഷപ്പെടാനായി ബോട്ടുണ്ടാക്കുന്നു. ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് കവി ഈ വരി എഴുതിയിരിക്കുന്നത്. കപ്പൽ തകർച്ചയിൽ നിന്നും മറ്റും രക്ഷപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ഈ ദ്വീപുകളിൽ രക്ഷപ്പെടാനായി വള്ളമുണ്ടാക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക്, ഈ പ്രത്യേകതകൾ നിറഞ്ഞ ദ്വീപിലേക്ക് പോകുവാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് കവിതയിലെ സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. വെയർ ഇൻ സൺഷൈൻ റീച്ചിങ് ഔട്ട് ഈസ്റ്റേൺ സിറ്റീസ് മൈൽസ് അബൌട്ട് ആർ വിത്ത് മോസ്ക് ആൻഡ് മിനററ്റ് എമംഗ് സാൻഡി ഗാർഡൻസ് സെറ്റ് ആൻഡ് ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ ഹാങ് ഫോർ സെയിൽ ഇൻ ദ ബസാർ. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എന്ന ഭാഗം കൂടി ഇതിനോടൊപ്പം ചേർക്കണം. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എവിടേക്കാണ്? വെയർ ഇൻ സൺഷൈൻ, സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ വെയിലത്ത്. റീച്ചിങ് ഔട്ട്, കൈ നീട്ടി നിൽക്കുന്ന. ഈസ്റ്റേൺ സിറ്റീസ്, പൗരസ്ത്യ നഗരങ്ങൾ, അതായത് കിഴക്കൻ നഗരങ്ങൾ. മൈൽസ് അബൌട്ട്, മൈലുകളോളം, അതായത് ഒത്തിരി ദൂരം. മൈലുകളോളം വെയിലത്ത് കൈയും നീട്ടി നിൽക്കുന്ന കിഴക്കൻ നഗരങ്ങളുള്ള ആ സ്ഥലത്ത് പോകാൻ എനിക്കിഷ്ടമാണ്. ഇവിടെ കൈ നീട്ടി നിൽക്കുക എന്നാൽ വ്യാപിച്ചു കിടക്കുക എന്നാണ് അർത്ഥം. നഗരങ്ങൾ പരന്നു കിടക്കുകയാണ് നോക്കത്താ ദൂരത്തോളം. ആ നഗരങ്ങളിൽ എന്തൊക്കെ കാണാം? ആർ വിത്ത് മോസ്ക് ആൻഡ് മിനററ്റ്, മുസ്ലിം പള്ളികളും മിനാരങ്ങളും കാണാം. എമംഗ് സാൻഡി ഗാർഡൻസ് സെറ്റ്, മണലാരണ്യങ്ങളിലാണ് അവ ഉള്ളത്. ആ കിഴക്കൻ നഗരങ്ങളിൽ വേറെന്ത് കാണാം? ആൻഡ് ദ റിച്ച് ഗുഡ്സ്, സമ്പന്നമായ ചരക്കുകൾ, പലതരം കച്ചവട വസ്തുക്കൾ. ഫ്രം നിയർ ആൻഡ് ഫാർ, അടുത്ത് നിന്ന് കൊണ്ടുവന്നവയും ദൂരെ നിന്ന് കൊണ്ടുവന്നവയും. ഹാങ് ഫോർ സെയിൽ, വിൽപ്പനയ്ക്കായി തൂങ്ങിക്കിടക്കുന്നു. ഇൻ ദ ബസാർ, ചന്തയിൽ. ആ നാട്ടിൽ നിന്നുള്ളതും അതുപോലെ പുറം നാടുകളിൽ നിന്നുള്ളതുമായ കച്ചവട വസ്തുക്കൾ തൂക്കിയിട്ടിരിക്കുന്ന ചന്തകൾ കാണാം. ഇങ്ങനെയുള്ള കിഴക്കൻ നഗരങ്ങളുടെ ആ സ്ഥലത്ത് പോകുവാൻ തനിക്കിഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. വെയർ ദ ഗ്രേറ്റ് വാൾ റൗണ്ട് ചൈന ഗോസ് ആൻഡ് ഓൺ വൺ സൈഡ് ദ ഡെസേർട്ട് ബ്ലോസ് ആൻഡ് വിത്ത് ബെൽ ആൻഡ് വോയിസ് ആൻഡ് ഡ്രം സിറ്റീസ് ഓൺ ദി അതർ ഹം. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എന്ന വരി കൂടി നമുക്കിതിനോടൊപ്പം ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നു. എവിടെയാണ്? വെയർ ദ ഗ്രേറ്റ് വാൾ റൗണ്ട് ചൈന ഗോസ്, ചൈനയ്ക്ക് ചുറ്റും വൻമതിൽ ഉള്ള സ്ഥലത്ത്. ആൻഡ് ഓൺ വൺ സൈഡ്, അവിടെ മതിലിൻ്റെ ഒരു വശത്ത്. ദ ഡെസേർട്ട് ബ്ലോസ്, മരുഭൂമി ചൂളമടിക്കുന്നു. മരുഭൂമിയിലെ കാറ്റിൻ്റെ ശബ്ദത്തെയാണ് ഇങ്ങനെ പറയുന്നത്. ആൻഡ് വിത്ത് ബെൽ ആൻഡ് വോയിസ് ആൻഡ് ഡ്രം. ആൻഡ് വിത്ത് ബെൽ, മണി കൊണ്ട്. ആൻഡ് വോയിസ്, സ്വരം കൊണ്ട്. ആൻഡ് ഡ്രം, ചെണ്ട കൊണ്ട്. സിറ്റീസ്, നഗരങ്ങൾ. ഓൺ ദി അതർ, മറുഭാഗത്ത്. ഹം, പാട്ടുമൂളുന്നു. വൻമതിലിൻ്റെ ഒരു ഭാഗത്ത് മരുഭൂമിയുടെ ശബ്ദമാണെങ്കിൽ മറുഭാഗത്ത് ജനത്തിരക്കുള്ള നഗരത്തിൻ്റെ സംഗീതമാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുവാൻ തനിക്കിഷ്ടമാണ് എന്നാണ് കവിതയിലെ സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. വെയർ ആർ ഫോറസ്റ്റ്സ് hot as fire, wide as England, tall as a spire, full of apes and coconuts, and the Negro hunters' huts. I should like to rise and go എന്ന വരി കൂടെ ചേർത്ത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എവിടെയാണ്?
വെയർ ആർ ഫോറസ്റ്റ്, കാടുകളുള്ള സ്ഥലത്ത്. എങ്ങനെയുള്ള കാടുകളാണ്? ഹോട്ട് ആസ് ഫയർ, തീ പോലെ ചൂടുള്ള കാടുകൾ, പൊള്ളുന്ന കാടുകൾ. അതുപോലെ വൈഡ് ആസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലെ വിശാലമായ കാടുകൾ, അതായത് ഇംഗ്ലണ്ടിൻ്റെ വലിപ്പത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കാടുകൾ. അതുപോലെ ടോൾ ആസ് എ സ്പയർ, ഒരു ഗോപുരം പോലെ ഉയരമുള്ള കാടുകൾ. ആ കാടുകളിൽ എന്തൊക്കെയുണ്ട്? ഫുൾ ഓഫ് എയ്പ്സ് ആൻഡ് കൊക്കോനട്ട്സ്, നിറയെ വാലില്ല കുരങ്ങുകളും കൊക്കോയുമാണ്. കൊക്കോ എന്താണ്? ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ കുരുവിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നീഗ്രോ ഹണ്ടേഴ്സ് ഹട്ട്സ്, നീഗ്രോകളായ വേട്ടക്കാരുടെ കുടിലുകളും അവിടെയുണ്ട്. അതായത് ധാരാളം വാലില്ല കുരങ്ങുകളും കൊക്കോയും നീഗ്രോ വേട്ടക്കാരുടെ കുടിലുകളുമുള്ള കാടുകൾ കാണപ്പെടുന്ന ആ സ്ഥലത്തേക്ക് പോകുവാൻ തനിക്കിഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. വെയർ ദ നോട്ടി ക്രോക്കഡൈൽ ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ ആൻഡ് ദ റെഡ് ഫ്ലാമിംഗോ ഫ്ലൈസ് ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എന്ന വരി കൂടി നമ്മൾ ചേർക്കുന്നു. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എവിടെയാണ്? വെയർ ദ നോട്ടി ക്രോക്കഡൈൽ, സൂത്രശാലിയായ മുതല, ലൈസ് കിടക്കുന്ന, ആൻഡ് ബ്ലിങ്സ് കണ്ണു ചിമ്മുന്ന, ഇൻ ദ നൈൽ നൈൽ നദിയിൽ. നൈൽ നദിയിൽ സൂത്രശാലിയായ മുതല കിടന്ന് കണ്ണു ചിമ്മുന്ന ആ സ്ഥലത്ത് പോകുവാൻ എനിക്കിഷ്ടമാണ്. ഇനിയുമുണ്ട് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? ആൻഡ് ദ റെഡ് ഫ്ലാമിംഗോ, ചുവന്ന ഫ്ലമിംഗോ, ഫ്ലൈസ് പറക്കുന്നു. എങ്ങനെയാണ്? ഹണ്ടിങ് ഫിഷ്, മീനെ വേട്ടയാടിക്കൊണ്ട്, മീനെ പിടിച്ചുകൊണ്ട്, ബിഫോർ ഹിസ് ഐസ്, അവൻ്റെ കൺമുമ്പിലുള്ള. ചുവന്ന ഫ്ലമിംഗോ തൻ്റെ കൺമുമ്പിലുള്ള മീനെ പിടിച്ച് പറക്കുന്ന ആ സ്ഥലത്ത്, മുതലയും ഫ്ലമിംഗോയുമുള്ള ആ സ്ഥലത്ത് പോകുവാൻ തനിക്കിഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി അടുത്ത ഭാഗം. വെയർ ഇൻ ജംഗിൾസ് near and far, man devouring tigers are, lying close and giving ear, lest the hunt be drawing near, or a come-by be seen, swinging in a palanquin. I should like to rise and go. ഈ വരിയും കൂടി നമ്മൾ ചേർക്കണം. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എവിടെയാണ്? വെയർ ഇൻ ജംഗിൾസ്, കാടുകളിൽ, നിയർ ആൻഡ് ഫാർ, അടുത്തും ദൂരെയും, അതായത് എല്ലായിടവും. മാൻ ഡിവോറിങ് ടൈഗേഴ്സ് ആർ, എല്ലായിടവും നരഭോജികളായ കടുവകളുള്ള കാടുകളിൽ. ആ കടുവകൾ എന്താണ് ചെയ്യുന്നത്? ലൈങ് ക്ലോസ്, അടുത്തായി കിടക്കുന്നു, ആൻഡ് ഗിവിങ് ഇയർ, കാതോർക്കുന്നു. ലെസ്റ്റ്, വേണ്ടി എന്നാണ് ലെസ്റ്റിൻ്റെ ഇവിടുത്തെ അർത്ഥം. ദ ഹണ്ട്, ഇര, ബി ഡ്രോയിങ് നിയർ, കൂടുതൽ അടുത്തേക്ക് വരുന്നതിനായി. ഇര കൂടുതൽ അടുത്തേക്ക് വരുന്നതിനായി പതുങ്ങിക്കിടക്കുന്ന കടുവ. ഓർ അല്ലെങ്കിൽ എ കമബായി, ഒരു വഴിപോക്കനെ, ബിസീൻ നോക്കി കിടക്കുന്ന കടുവ. എങ്ങനെയുള്ള വഴിപോക്കനാണ്? സ്വിങ്ങിങ് ഇൻ എ പാലങ്കീൻ, ഒരു പല്ലക്കിൽ സ്വിങ് ചെയ്തു വരുന്ന, ആടി വരുന്ന വഴിപോക്കൻ. ഇര നോക്കിക്കിടക്കുന്ന, പല്ലക്കിൽ വരുന്ന വഴിപോക്കനെ നോക്കിക്കിടക്കുന്ന കടുവകളുള്ള കാടുകൾ. അങ്ങനെയുള്ള സ്ഥലത്ത് തനിക്ക് പോകാൻ ഇഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. Where among the desert sands some deserted city stands, all its children sweep and prince, grown to manhood, ages since. Not a foot in street or house, not a stir of child or mouse. And when kindly falls the night, in all the town no spark of light. I should like to rise and go. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എവിടേക്കാണ്? വെയർ എമംഗ് ദ ഡിസേർട്ട് സാൻഡ്സ്, മരുഭൂമിയിലെ മണൽ കൂനകൾക്കിടയിൽ. സം ഡിസേർട്ടഡ് സിറ്റി സ്റ്റാൻഡ്സ്, ഏതോ ഒരു വിജനമായ നഗരം, ആരുമില്ലാത്ത നഗരം നിൽക്കുന്ന സ്ഥലത്ത്. ഓൾ ഇറ്റ്സ് ചിൽഡ്രൻ, ആ നഗരത്തിലെ കുട്ടികളെല്ലാം. സ്വീപ്പ് ആൻഡ് പ്രിൻസ്, സ്വീപ്പ് ഇവിടെ വൃത്തിയാക്കുന്ന ചെറുക്കനാണ്, ക്ലീനർ ബോയ് ആണ്. ക്ലീനർ ബോയ് മുതൽ രാജകുമാരൻ വരെ, പ്രിൻസ് വരെ, അതായത് പാവപ്പെട്ടവരായാലും ഇനി പണവും പ്രതാപവും ഉള്ളവരായാലും അവരൊക്കെ ഗ്രോൺ ടു മാൻഹുഡ്, ബിക്കം മെൻ, മുതിർന്നവരായി. ഏജസ് സിൻസ്, യുഗങ്ങൾക്ക് മുമ്പേ തന്നെ. പുരാതന നഗരമാണത്. അവിടുത്തെ കുട്ടികളൊക്കെ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ മുതിർന്നവരായി കാണും. അതുപോലെ തന്നെ മരണപ്പെടുകയും ചെയ്തിരിക്കും.
ഇപ്പോൾ നോട്ട് എ ഫുട്ട് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ്, തെരുവിലോ വീട്ടിലോ ഒരു കാലൊച്ച പോലുമില്ല. ഇപ്പോൾ നോട്ട് എ സ്റ്റർ, ഒരനക്കവുമില്ല, ഓഫ് ചൈൽഡ് ഓർ മൗസ്, ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ചുണ്ടലിയുടെയോ. ആൻഡ് വെൻ കൈൻഡ്ലി ഫോൾസ് ദ നൈറ്റ്, കരുണയോടെ ഇരുട്ട് വീഴുമ്പോൾ, ആ മരുഭൂമിക്ക് നടുവിൽ ആശ്വാസമായി രാത്രി വരുമ്പോൾ, ഇൻ ഓൾ ദ ടൗൺ, ആ പട്ടണത്തിലെങ്ങും തന്നെ നോ സ്പാർക്ക് ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ ഒരു തരി പോലുമില്ല. അങ്ങനെയുള്ള ആ പുരാതന നഗരം നിൽക്കുന്ന ആ സ്ഥലത്ത് തനിക്ക് പോകുവാൻ ഇഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി പറയുന്നത്. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ഇനി ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എന്ന വരി ചേർക്കേണ്ടതില്ല. അടുത്ത ഭാഗം. There I'll come when I'm a man with a camel caravan, light a fire in the gloom of some dusty dining room, see the pictures on the walls, heroes, fights and festivals, and in a corner find the toys of the old Egyptian boys. There, അവിടെ, I'll come, ഞാൻ വരും. എപ്പോഴാണ്? വെൻ ഐ എം എ മാൻ, ഞാൻ ഒരു പുരുഷനാകുമ്പോൾ. കുട്ടി പറയുകയാണ് ഞാൻ വളർന്ന് മുതിർന്ന ഒരാളാകുമ്പോൾ അവിടെ വരുമെന്ന്. എങ്ങനെയാണ്? വിത്ത് എ ക്യാമൽ കാരവൻ, ധാരാളം ഒട്ടകങ്ങളിൽ വ്യാപാര സാധനങ്ങളുമായി പോകുന്ന സംഘമാണ് ക്യാമൽ കാരവൻ. അങ്ങനെയുള്ള ഒട്ടക സംഘത്തോടൊപ്പം വരുമെന്നാണ് കുട്ടി പറയുന്നത്. എന്നിട്ട് ലൈറ്റ് എ ഫയർ, തീ കത്തിക്കുമെന്ന്, അതായത് വിളക്ക് തെളിക്കുമെന്ന്, ഇൻ ദ ഗ്ലൂം, ഇരുട്ടിൽ, ഓഫ് സം ഡസ്റ്റി, ഏതെങ്കിലും പൊടി പിടിച്ച ഡൈനിങ് റൂം, ഊണുമുറിയുടെ, അതായത് ആരും ഉപയോഗിക്കാതെ വർഷങ്ങളായി പൊടി പിടിച്ച് കിടക്കുന്ന ഊണുമുറിയുടെ ഇരുട്ടിൽ ഒരു വിളക്ക് തെളിക്കുമെന്നാണ് സ്പീക്കറായ കുട്ടി പറയുന്നത്. എന്നിട്ടോ സീ ദ പിക്ചേഴ്സ്, ചിത്രങ്ങൾ കാണും, ഓൺ ദ വാൾസ്, ഭിത്തിയിൽ, ഭിത്തിയിലുള്ള ആ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഹീറോസ്, വീരനായകന്മാർ, അതായത് വീരനായകന്മാരുടെ ചിത്രങ്ങൾ, ഫൈറ്റ്സ്, പോരാട്ടങ്ങളുടെ ചിത്രങ്ങൾ, ആൻഡ് ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളുടെ ചിത്രങ്ങൾ, അവയൊക്കെ നോക്കിക്കാണും. എന്നിട്ടോ ആൻഡ് ഇൻ എ കോർണർ, ഒരു മൂലയ്ക്കായി, ഫൈൻഡ്, കണ്ടെത്തും, ദ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ. ആരുടെ കളിപ്പാട്ടങ്ങളാണ്? ഓഫ് ദി ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ്, പണ്ടുകാലത്തെ ഈജിപ്തിലെ ആൺകുട്ടികളുടെ. വളർന്നു വലുതാകുമ്പോൾ ഒരു ഒട്ടക സംഘത്തോടൊപ്പം താൻ ആ പുരാതന നഗരത്തിലെത്തി അവിടുത്തെ പൊടി പിടിച്ച ഒരു ഇരുട്ടുമുറിയിൽ വിളക്ക് തെളിച്ച് ഭിത്തിയിലുള്ള ചിത്രങ്ങൾ കാണുകയും അതുപോലെ പണ്ടുകാലത്തെ ഈജിപ്ഷ്യൻ ആൺകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എടുക്കുകയും ചെയ്യുമെന്ന് സ്പീക്കറായ കുട്ടി പറയുന്നു. ഇത്രയുമാണ് ഈ കവിതയിൽ പറയുന്നത്. കവിയായ സ്റ്റീവൻസണിൻ്റെ യാത്രയോടുള്ള ഇഷ്ടവും ഈജിപ്തിലെ പ്രാചീന സംസ്കാരത്തോടുള്ള പ്രത്യേക താല്പര്യവുമൊക്കെ നമുക്ക് ഈ കവിതയിൽ കാണാം. ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.